ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് എണ്ണ കാച്ചലാണ് കേട്ടോ. നോമ്പൊക്കെ വരുന്നത്, എൻ്റെ എണ്ണ കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ നോമ്പ് ടൈമിൽ ഇതൊക്കെ തപ്പി തെരഞ്ഞ് ഈ സാധനങ്ങളൊക്കെ കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് കേട്ടോ എൻ്റെ പൊന്നെ ഇവിടെ. അപ്പോൾ അതുകൊണ്ട് അതിനാവശ്യത്തിനുള്ള സാധനങ്ങളാണ് ഇതാ. ബീട്രൂട്ട് ഒന്ന് എടുത്തിട്ടുണ്ട്. ബീട്രൂട്ട് എൻ്റെ അവസ്ഥ അറിയാലോ, എന്തിനും നല്ലതാണ് കേട്ടോ ബീട്രൂട്ട്. നേരെയൊക്കെ പോകാനുള്ളൊരു ഐറ്റംസാണ് ബീട്രൂട്ട്. അങ്ങനെ ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കരിഞ്ചീരകം എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഉലുവ എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് കേട്ടോ. ഞാൻ 2 ലിറ്ററിക്ക് ആവശ്യത്തിനാണ്. അങ്ങനെ കറിവേപ്പിൻ്റെ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. അങ്ങനെ 2 നെല്ലിക്ക എടുത്തിട്ടുണ്ട് എൻ്റെ പൊന്നെ. അങ്ങനെ കുറച്ച് കറ്റാർവാഴയുടെ ജെല്ല് എടുത്തിട്ടുണ്ട് കേട്ടോ. കറ്റാർവാഴയുടെ ജെല്ല്, പിന്നെ അതാ നമ്മൾ ചെമ്പരത്തി, അതിൻ്റെ 2 പൂവ്, പിന്നെ നമ്മൾ മൈലാഞ്ചി, പിന്നെ നമുക്കറിയില്ല കഞ്ഞുണ്ണി പാടത്തും പറമ്പിലൊക്കെ ഉണ്ടാകുന്നത്. പക്ഷേ ഇവിടെ പാടം പറമ്പൊന്നും കാണാനില്ല എൻ്റെ പൊന്നെ. അപ്പോൾ ആയുർവേദിക് കടയിൽ പോയിട്ട് അങ്ങ് ഞാൻ ചോദിച്ചു, കഞ്ഞുണ്ണി ഇങ്ങനെ എണ്ണ കാച്ചർക്ക് കഞ്ഞുണ്ണി എന്ന് പറഞ്ഞിട്ട് കുറേ തമിഴും മലയാളമൊക്കെ ചേർത്ത് അങ്ങ് ചോദിച്ചപ്പോൾ അവർ എടുത്തു തന്നു കേട്ടോ. അങ്ങനെ ഇത് കഞ്ഞുണ്ണിയാണല്ലോ. ഇവിടെ അരിസിലാം കണ്ണി എന്നാണ് പറയട്ടോ ഇതിന്. കഞ്ഞുണ്ണിയാണ് നമ്മളെ നാട്ടിൽ പറയട്ടോ. അങ്ങനെ ഇതിലോട്ട് 2 മണി കുരുമുളകും കൂടി ഇട്ടിട്ട് അങ്ങ് മൊത്തം സെറ്റായിട്ടോ. അങ്ങനെ പാരഷൂട്ട് എണ്ണയിലാണ് ഞാനിതൊക്കെ സെറ്റ് ചെയ്യാൻ പോണേട്ടോ. അങ്ങനെ ഇത് മൊത്തത്തിലെടുത്തിട്ട് മിക്സിയിലിട്ട് അങ്ങ് അടിച്ചിട്ടോ. വെള്ളം ചേർക്കാൻ പാടില്ല എൻ്റെ പൊന്നോളെ. ആ ഇലയിലും കറ്റാർവാഴൻ്റെ ജെല്ലിലും ഒക്കെ വെള്ളം ഇട്ടിട്ടോ. ആ വെള്ളത്തിനൊക്കെ നമുക്ക് അടിച്ചെടുത്തുങ്ങാണ്ട് ഒരു ചെമ്പട്ടി അടുപ്പത്ത് വെച്ചുങ്ങാണ്ട് അതിനെ ആ വെള്ളത്തിന് അങ്ങ് വറ്റിച്ചെടുക്കട്ടോ. ഇളക്കി കൊടുക്കണം. ചെമ്പട്ടിയിലിട്ട് അടുപ്പിൽ വെച്ചിട്ട് അങ്ങനെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം അങ്ങ് പോയി എന്നറിഞ്ഞത് നമ്മൾ എണ്ണ അങ്ങ് ഒഴിക്കണം കേട്ടോ. അംശം പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ എണ്ണ അങ്ങ് പൊട്ടിത്തെറിച്ച് നമ്മളെ എണ്ണയൊക്കെ അങ്ങ് പകുതി മുക്കാൽ പുറത്താവും കേട്ടോ. അങ്ങനെ ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഞാൻ ഇളക്കി അങ്ങ് വറ്റിപ്പിച്ച് അതിലോട്ട് എണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തുട്ടോ. എണ്ണ ഒഴിച്ചതും സാധാരണത്തെ പോലെ തന്നെ നല്ലോണം ഇളക്കി കൊടുത്ത് അങ്ങ് എണ്ണനെ അങ്ങ് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഫസ്റ്റ് വരും പതളായിട്ട് ചുവപ്പ് കളറിൽ വന്ന് അയ്യോ ഇതെന്താ ഇങ്ങനെ ചുവപ്പ് കളറിൽ വരുന്നു എന്ന് പറഞ്ഞാൽ ആരും പേടിക്കണ്ട. നല്ല സാധാ കാച്ചി എണ്ണയായിട്ട് വരും കേട്ടോ. നല്ലോണം ഇളക്കി കൊടുത്ത് അങ്ങ് ഇളക്കുക. എൻ്റെ പൊന്നെ, ഇത് തലയിലത്തെ താരന് തലയുടെ നേരം ഉണ്ടെങ്കിൽ അത് തലക്ക് നല്ല തണുപ്പുണ്ടാവും കേട്ടോ. പിന്നെ ഞാൻ പറയാലോ, പനങ്കോല പോലെ മുടി വളരും എന്ന് പറയുന്നത്, അങ്ങനെ വളരുമോയെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ താത്ത അങ്ങക്ക് എന്താ മുടി വളരാത്ത പിന്നെയെന്ന് ചോദിക്കണേ. എനിക്ക് ആവശ്യത്തിനുള്ള മുടിയുണ്ട്, പക്ഷെ അത് കാത്ത് രക്ഷിക്കേണ്ട ഒരു കടമ നമുക്കുള്ളേ. അതുകൊണ്ടും പിന്നെ ഉറക്കക്കുറവുണ്ടെങ്കിൽ അത് ഉറക്കമില്ലാതെ കഷ്ടപ്പെടുന്ന ഭ്രാന്ത് പിടിച്ച് നടക്കുന്നവർ എത്ര പേരുണ്ടാവും. ഉറക്കം കിട്ടില്ല. അവർക്കൊക്കെ ഈ ഒരു എണ്ണ കാച്ചിട്ട് ഇതും കൊണ്ട് തേച്ച് കുളിച്ച് കഴിഞ്ഞാൽ നല്ല ഉറക്കം കിട്ടും എൻ്റെ പൊന്നെ. നല്ലോണം ഉറങ്ങാം കേട്ടോ. അപ്പോൾ അങ്ങനെ എൻ്റെ എണ്ണ അങ്ങ് സെറ്റായി എൻ്റെ പൊന്നെ. ഞാനൊക്കെ ആയുർവേദിക്കാണ് കേട്ടോ യൂസ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ അധികം സാധാ നോർമൽ യൂസ് ചെയ്യില്ല കേട്ടോ. ഇങ്ങനെയൊക്കെ ആയുർവേദിക് മുഖത്തിനായാലും ഞാൻ തെച്ചിപ്പൂവും കൊണ്ട് അങ്ങനെ ഉണ്ടാക്കണം. അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ എണ്ണ സെറ്റായി ആറാൻ വെച്ചു. ആറിയതിന് ശേഷം നമ്മൾ ഒരു അരിപ്പിലെടുത്തിട്ടുങ്ങാണ്ട് അത് മാറ്റി കേട്ടോ. അപ്പോൾ എൻ്റെ എണ്ണ സെറ്റായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും ട്രൈ ചെയ്യണം. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ.